ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആദ്യ രൂപമായിരുന്ന കോട്ടയം വികാരിയത്തിൻ്റെ ആദ്യത്തെ വികാരി അപ്പസ്തോലിക്കായിരുന്ന ചാൾസ് ലെവീഞ്ഞ് പിതാവ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഉള്ള ഏറ്റവും മിടുക്കരായ ചില വൈദിക വിദ്യാർത്ഥികളെ റോമിലേക്ക് പഠിക്കാൻ അയക്കുന്നുണ്ട്. അങ്ങനെ റോമിലേക്ക് പഠിക്കാൻ അയച്ച ഒരു വൈദിക വിദ്യാർത്ഥിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സെമിനാരി റെക്ടർ നാട്ടിലേക്ക് അയച്ച റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇതൊരു മാലാഖയെ പോലെ വിശുദ്ധനായ വ്യക്തിയാണ്. അന്ന് മാലാഖയെ പോലെ വിശുദ്ധനായ ആ വൈദിക വിദ്യാർത്ഥി എന്ന റെക്ടർ വിശേഷിപ്പിച്ച വ്യക്തി മറ്റാരുമല്ല, ചങ്ങനാശ്ശേരി രൂപതയുടെ ആദ്യത്തെ മെത്രാനായ അഭിമന്യ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവാണ്. സ്നേഹമുള്ളവരെ, ചരിത്രമുറങ്ങുന്ന റോമിലെ കൊളോസിയത്തിൻ്റെ മുമ്പിലാണല്ലോ നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനും കേരള സഭയുടെ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്ത ധന്യനായ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിന് റോമ നഗരവുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. പിതാവ് സെമിനാരി വിദ്യാർത്ഥിയായും വൈദികനായും പിന്നീട് മെത്രാനായതിനു ശേഷവും ഈ റോമ നഗരത്തിൽ ജീവിച്ച് കടന്നുപോയ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ചരിത്ര വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. നേപ്പിൾസിലുള്ള ഈ തുറമുഖത്താണ് 1890 ഫെബ്രുവരി 18 കുര്യാളശ്ശേരി തോമാച്ചൻ തന്റെ വൈദിക പഠനത്തിനായി കപ്പൽ മാർഗം എത്തിച്ചേർന്നത്. ആധുനികവും പുരാതനവുമായ നിരവധി സംസ്കാരങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇറ്റലിയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് നേപ്പിൾസ്. ഈ തീരദേശത്തേക്കാണ് കുര്യാളശ്ശേരി തോമാച്ചൻ ആദ്യമായി വന്നെത്തിയത്. നേപ്പിൾസിലെ തുറമുഖത്ത് കപ്പൽ മാർഗം എത്തിയ തോമാച്ചൻ തന്റെ ആദ്യ ദിവസങ്ങൾ ചിലവഴിച്ചത് ജെസ്യൂട്ട് ഫാദേഴ്സിന്റെ ഈ ആശ്രമത്തിലാണ്. ഇവിടെ നിന്നുമാണ് അദ്ദേഹം റോമിലേക്ക് യാത്ര തിരിച്ചത്. ആഗോള കത്തോലിക്ക സഭയുടെ കേന്ദ്രമായ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കായുടെ മുൻഭാഗത്തായിട്ടാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. 1890 ഫെബ്രുവരി 22 വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന്റെ തിരുനാൾ ദിനം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട നമ്മുടെ കുര്യാളശ്ശേരി തോമാച്ചൻ ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന ആ പുണ്യദിനം. മൈക്കൽ ആഞ്ചലോ, ബെർണീനി തുടങ്ങിയ പ്രഗത്ഭരായ വ്യക്തികളാൽ 1506 ആരംഭിച്ച ഈ ബസിലിക്കയുടെ നിർമ്മാണം പൂർത്തിയായത് 1626 കൂടിയാണ്. ഈ ബസിലിക്കയുടെ നിർമ്മാണ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന 140ഓളം വിശുദ്ധരുടെ പ്രതിമകൾ ഇതിനു ചുറ്റുമായും, എന്നാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായി ഈശോയുടെയും മറ്റ് 12 ശിഷ്യന്മാരുടെയും മനോഹരമായ പ്രതിമകളും നമുക്ക് കാണുവാൻ സാധിക്കും. വെറും 102 ഏക്കർ മാത്രം വിസ്തീർണമുള്ള ഈ വത്തിക്കാൻ എന്ന രാജ്യത്ത് നൂറ്റാണ്ടുകളുടെ കഥ ഈ ലോകത്തോട് പറയുവാനുണ്ട്. അനേക വിശുദ്ധരുടെ കാൽപാദങ്ങൾ പതിഞ്ഞതും വിശുദ്ധ പത്രോസിൻ്റെയും മറ്റനേക വിശുദ്ധരുടെയും മാർപ്പാപ്പാമാരുടെയും ഭൗതിക ശരീരം കുടികൊള്ളുന്നതുമായ ഈ മനോഹരമായ ബസിലിക്കയുടെ ഉള്ളിൽ കാഴ്ചകളുടെ ഒരു കലവറ തന്നെയാണുള്ളത്. നമ്മൾ കാണുന്ന വിശുദ്ധ പത്രോസിൻ്റെ പ്രതിമയാണ്. അതിന് താഴെയായി കാണുന്ന ഒരു തൂണിലാണ് നമ്മുടെ പിതാവ് 3 നിയോഗങ്ങൾ എഴുതിയിട്ടതായി പിതാവ് തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ നിയോഗമായി ആരാധനാ സഭാ സ്ഥാപനം, 2 SB കോളേജ് എന്നതിൻ്റെ നിർമ്മാണം, 3 ഈ റോമ നഗരത്തിൽ തന്നെ കിടന്ന് മരിക്കുവാനുള്ള പിതാവിൻ്റെ ആഗ്രഹം. അത് 3 പിന്നീട് സാധ്യമായതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വത്തിക്കാനിലെ കുമ്പസാരക്കൂടുകളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഓരോ ഭാഷയിൽ നമുക്ക് കുമ്പസാരിക്കാൻ പറ്റും. ഓരോ കുമ്പസാരക്കൂടിൻ്റെ മുമ്പിൽ ഏത് ഭാഷയിൽ നമുക്ക് കുമ്പസാരിക്കാൻ പറ്റുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ പത്രോസ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന അൾത്താരയായത്. നമുക്കറിയാം, പത്രോസ്ലീഹായോട് കുര്യാളശ്ശേരി പിതാവിന് വലിയൊരു സ്നേഹം ഉണ്ടായിരുന്നു. പത്രോസ്ലീഹായോട് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചതായിട്ട്. അപ്പോൾ ഈ കബറിടത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സഭയ്ക്ക് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. സഭയെ കുര്യാളശ്ശേരി പിതാവിൻ്റെ സ്വപ്നത്തിലേക്ക്, അതായത് ദിവ്യകാരുണ്യമായി മാറുന്ന ഓരോ മക്കൾ
ഈ ലോകത്തിലുണ്ടാകുന്ന ആ വലിയ സ്വപ്നത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ ഈ കബറിടത്തിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. നാം ഈ കാണുന്നത് വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ സിംഹാസനമാണ്. പത്രോസ് ശ്ലീഹായുടെ സിംഹാസനത്തിന്റെ തിരുനാൾ ദിനമാണ് ആദ്യമായി നമ്മുടെ കുര്യാളശ്ശേരി തോമാച്ചൻ ഈ വത്തിക്കാനിൽ എത്തിയത്. ഉള്ളം പ്രിയനായി മാറും നേരം നമ്മിൽ നവകൃപയൊഴുകും. വത്തിക്കാൻ എന്ന ചെറു രാജ്യത്തിന്റെ ഹൃദയഭാഗത്താണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. അതിന്റെ പിന്നിലായി മനോഹരമായൊരു ഉദ്യാനമുണ്ട്, ദ ഗാർഡൻസ് ഓഫ് വത്തിക്കാൻ സിറ്റി അഥവാ വത്തിക്കാൻ ഗാർഡൻ. അവിടെയാണ് നാം ഇപ്പോഴായിരിക്കുക. ദിവ്യകാരുണ്യ ആരാധന സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വത്തിക്കാൻ ഗാർഡന് വലിയൊരു കഥ പറയുവാനുണ്ട്. അഭിവന്യ ചാൾസ് ലെവീഞ്ഞ് പിതാവിനോടൊപ്പം നമ്മുടെ സഭാസ്ഥാപകനായ ധന്യൻ മാർത്തോമാ മെത്രാൻ ഇവിടെ വരികയും ലയോ 13 മാർപ്പാപ്പയെ കാണുകയും ഏകദേശം 1 മണിക്കൂറോളം കേരള ജനതയെക്കുറിച്ച് സംസാരിക്കുകയും ഒപ്പം കേരളത്തിലെ നാനാജാതി മതസ്ഥർക്ക് വേണ്ടിയുള്ള ആശീർവാദം സ്വീകരിക്കുകയും ചെയ്ത മനോഹരമായൊരു സ്ഥലമാണിത്. മാർപ്പാപ്പയുമായിട്ടുള്ള പുണ്യനിമിഷത്തെക്കുറിച്ച് വന്യപിതാവ് റോമായാത്ര എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ കുറിച്ചിട്ടുണ്ട്. വത്തിക്കാന്റെ പകുതിയിലധികം വരുന്ന ഈ ഉദ്യാനം നവോത്ഥാന ബാറോക്ക് കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതാണ്. പൂന്തോട്ടങ്ങളും പാർക്കുകളും ജലധാരകളും ശില്പങ്ങളും കൊണ്ട് അലങ്കൃതമായ ഈ ഉദ്യാനത്തിൽ ലോകമെമ്പാടും വണങ്ങുന്ന 18 മരിയൻ ചിത്രങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കുര്യാളശ്ശേരിയിൽ തോമാ മെത്രാൻ തന്റെ വൈദിക പഠനം പൂർത്തിയാക്കിയത് പ്രൊപ്പഗാന്ത ഫീദ യൂണിവേഴ്സിറ്റിയിലാണ്. ലോകമെമ്പാടും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ മിഷണറിമാരെ പരിശീലിപ്പിക്കുന്നതിനു വേണ്ടി 1627 സ്ഥാപിതമായതാണ് ഈ യൂണിവേഴ്സിറ്റി. ഉർബൻ 8 മാർപ്പാപ്പയാണ് ഇതിന് തുടക്കമിട്ടത്. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ ഉൾപ്പെടെ വിശുദ്ധരായ വൈദികർ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പരിശീലനം നേടിയിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ലോക പ്രസിദ്ധമായ സ്പാനിഷ് സ്റ്റെപ്സിന്റെ വളരെ അടുത്താണ് പ്രൊപ്പഗാന്ത ഫീദ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുമ്പിലായിട്ട് അമലോത്ഭവ മാതാവിന്റെ വലിയൊരു സ്തൂപമുണ്ട്. എല്ലാ വർഷവും ഡിസംബർ 8 തീയതി മാർപ്പാപ്പ ഇവിടെ വരികയും അമലോത്ഭവ മാതാവിന് പുഷ്പകിരീടം ചാർത്തുകയും ചെയ്യാറുണ്ട്. ഞാൻ ഫാദർ ജോസ് കൂനംപറമ്പിൽ, ക്ലരീഷ്യൻ മിഷണറിയാണ്. 2000 ജനുവരി മുതൽ ഇവിടെ ഡിക്കാസ്ട്രി ഫോർ എവാഞ്ചലൈസേഷൻ, മിഷൻ രാജ്യങ്ങൾക്ക് മിഷൻ പ്രവർത്തനത്തിനും വേണ്ടിയുള്ള വത്തിക്കാൻ ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഓരോ മിഷൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ചെറുപ്പക്കാരെ, ദൈവവിളിയുള്ള ചെറുപ്പക്കാർക്ക് നല്ല ഫോർമേഷൻ കൊടുത്ത്, വൈദിക പരിശീലനം കൊടുത്ത് അവരെ വൈദികരായിട്ട്, മിഷണറിമാരായിട്ട് അവരവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കുക. ആ ലക്ഷ്യത്തോടു കൂടി 1627 കൊളേജിയോ ഉർബാനോ ദെ പ്രൊപ്പഗാന്ത ഫീദെ എന്ന് പറയുന്ന സെമിനാരി ഈ കെട്ടിടത്തിൽ തന്നെ തുടങ്ങി. ഇതിൻ്റെ വേറൊരു ഭാഗത്ത് അവർ താമസിച്ച് ഇവിടെ തന്നെ പല മിഷൻ രാജ്യങ്ങളിൽ നിന്നും വരുന്ന സെമിനാരിക്കാർ താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ സെമിനാരിയുടെ അന്നത്തെ ലൈബ്രറി ആയിരുന്ന മുറിയിലാണ്, ഹാളിലാണ്. ഉണ്ടായിരുന്ന ഫിലോസഫി, തിയോളജി പുസ്തകങ്ങളും എല്ലാം പഠിച്ച് നല്ല രീതിയിൽ ഒരു യൂണിവേഴ്സൽ സഭയുടെ അന്തരീക്ഷത്തിൽ പഠിച്ച് ആ സഭയുടെ വിശ്വാസ സംഹിത മുഴുവൻ മനസ്സിലാക്കി മിഷൻ രാജ്യങ്ങളിൽ പോയി നന്നായി മിഷൻ പ്രവർത്തനം നടത്തുക, ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സെമിനാരി ആരംഭിച്ചത്.
പിന്നെ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ പരിശീലനം ലഭിച്ച ഇവരെല്ലാവരും പലരും മെത്രാന്മാരായിട്ട് അതാത് രാജ്യങ്ങളിൽ അവരുടെ സഭയ്ക്ക് നേതൃത്വം നൽകി. അങ്ങനെയാണ് ഈ 1890 ഇവിടെ വന്ന് പഠിച്ച കുര്യാളശ്ശേരി പിതാവ് 9 വർഷത്തെ പരിശീലനത്തിന് ശേഷം വൈദികപട്ടം സ്വീകരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ചങ്ങനാശ്ശേരിയിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ സീറോ മലബാർ സഭയുടെ രൂപതയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതും ആരാധന സഭ ആരംഭിക്കുന്നതുമെല്ലാം. അദ്ദേഹം പിന്നീട് ഇവിടെ വന്ന് റോമിലാണ് മരിച്ചത് എന്നുള്ളതെല്ലാം നമുക്കറിയാം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ആരാധന സഭയ്ക്ക് ആരംഭം കൊടുക്കുകയും സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി ഭാഗത്തെ വിശ്വാസികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത പുണ്യാത്മാവാണ് കുര്യാളശ്ശേരി പിതാവ്. കുര്യാളശ്ശേരി പിതാവ് അവസാനത്തെ ബലിയർപ്പിച്ച ഈ ചാപ്പല് കാർഡിനൽ ന്യൂമാൻ്റെ ചാപ്പൽ എന്നറിയപ്പെടുന്നത്. ഇവിടെ കാർഡിനൽ ന്യൂമാൻ്റെ ഒരു തിരുശേഷിപ്പുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യ ഉപയോഗിച്ച ഒരു ഉടുപ്പുമുണ്ട്. കൊച്ചുത്രേസ്യയുടെ കുര്യാളശ്ശേരി പിതാവിന് വലിയൊരു ഭക്തി ഉണ്ടായിരുന്ന എഴുത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. 1925 ജൂണിൽ പിതാവ് റോമിലേക്ക് വരുമ്പോൾ കൊച്ചുത്രേസ്യയുടെ നാമകരണ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. ക്ലൗദിയോ അന്ത്രയ എന്നീ വിശുദ്ധരുടെ നാമത്തിലുള്ള റോമിലെ ദേവാലയമായ കേസ ദെ സാന്തി ക്ലൗദിയോ എ അന്ത്രയ ദെ ബോർഗോഞ്ഞോനിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. 1728-30 കാലഘട്ടത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയം കോൺഗ്രിഗേഷൻ ഓഫ് ദി ബ്ലെസ്സഡ് സാക്രമെന്റ് കീഴിലുള്ള ഒരു നിത്യാരാധന ദേവാലയം കൂടിയാണ്. വിശുദ്ധ പീറ്റർ ജൂലെ നെയ്മാർഡിന്റെ തിരുശേഷിപ്പും ഇവിടെ സൂക്ഷിക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരിടം കൂടിയാണിത്. കാരണം ധന്യനായ നമ്മുടെ കുര്യാളശ്ശേരി പിതാവ് റോമിലെ തൻ്റെ പഠന കാലഘട്ടത്തിൽ തനിക്ക് ലഭിച്ചിരുന്ന ഒഴിവു സമയങ്ങളെല്ലാം ചിലവഴിച്ചിരുന്നത് ഈ നിത്യാരാധന കപ്പേളയിലായിരുന്നു. ദിവ്യകാരുണ്യ സ്നേഹവും ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം വ്യയം ചെയ്ത് നൽകുവാൻ പിതാവിന് സാധിച്ചത് ഈ ദിവ്യകാരുണ്യത്തിന്റെ മുറിച്ചു നൽകപ്പെടുന്ന സ്നേഹമായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് സാൻ ജവാനി ലാട്രാൻ ബസിലിക്കയുടെ മുമ്പിലാണ്. കുര്യാളശ്ശേരി തോമാച്ചൻ തൻ്റെ തിരുപ്പട്ടം സ്വീകരിച്ച ദേവാലയമാണിത്. റോമൻ കത്തീഡ്രൽ എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. കത്തോലിക്ക സഭയുടെ 4 മേജർ ബസിലിക്കകളിൽ ഒന്നാണ് ഈ ബസിലിക്ക. റോമൻ കത്തോലിക്ക വിശ്വാസികളുടെ മാതൃ ദേവാലയമായി ഈ ബസിലിക്ക കണക്കാക്കപ്പെടുന്നു. ഈ ബസിലിക്ക ചരിത്രത്തിലുടനീളം വളരെയേറെ പ്രാധാന്യം അറിയിച്ചിട്ടുണ്ട്. കാരണം 1870 വരെ എല്ലാ മാർപ്പാപ്പമാരും സിംഹാസനസ്ഥരായിരുന്നത് ഈ ബസിലിക്കയിലാണ്. പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തലയോട്ടികൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രധാന അൾത്താരയുടെ ഇടതുവശത്ത് മറ്റൊരു അൾത്താര കാണുവാൻ നമുക്ക് സാധിക്കും. ഈ അൾത്താര ഓൾട്ടർ ഓഫ് ദി ബ്ലെസ്സഡ് സാക്രമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ അൾത്താരയുടെ മുകളിൽ അവസാന അത്താഴത്ത് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ശില്പകലയും അതിൻ്റെ പിന്നിലായി അവസാന അത്താഴ മേശയുടെ ഒരു ഭാഗവും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തെ സ്ഥാപിക്കുന്നതിന് കുര്യാളശ്ശേരി പിതാവിനെ ദൈവം എത്രമാത്രം ഒരുക്കി എന്നുള്ളത്. സെന്റ് ജോൺ ലാട്രൻ ബസിലിക്കയുടെ എതിർവശത്താണ് ഹോളി സ്റ്റെപ്സ് സ്ഥിതി ചെയ്യുന്നത്. ഈശോ പീലാത്തോസിന്റെ ഭവനത്തിലേക്ക് പോയപ്പോൾ ചവിട്ടിയ മാർബിൾ ഉപയോഗിച്ച് പണിത 28 സ്റ്റെപ്സ് ഇവിടെയുണ്ട്. ദിവ്യകാരുണ്യത്തിന്റെ ഉപാസകനായ ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവസ്മരണീയമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരിടമാണ് ജെസ്യൂട്ട് വൈദികരുടെ ആദ്യ ദേവാലയമായ ഈ ജെസു ദേവാലയം. ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് തന്റെ പ്രഥമ ദിവ്യബലി അർപ്പിച്ചതും ഈ ദേവാലയത്തിലാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പ്രേക്ഷിത തീഷ്ണത തന്റെ ജീവിതത്തിലും ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് തന്റെ പ്രഥമ ദിവ്യബലിക്കായി ഈ ജെസു ദേവാലയം തിരഞ്ഞെടുത്തതെന്ന് പിതാവ് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇവിടുത്തെ ഇടതുവശത്തെ അൾത്താരയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ കബറിടവും വലതുവശത്തെ അൾത്താരയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ കൈയും സൂക്ഷിച്ചിരിക്കുന്ന ഈ ദേവാലയം പ്രൊപ്പഗാന്ത ഫിദ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 15 അടി ദൂരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. പിതാവിന്റെ പ്രേക്ഷിത തീഷ്ണത നമ്മുടെ ജീവിതത്തിലും സ്വായത്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. നാപ്പോളി എന്ന സ്ഥലത്തിനടുത്തുള്ള പൊമ്പൈ മാതാവിൻ്റെ ദേവാലയത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്കറിയാം, കുര്യാളശ്ശേരി പിതാവ് പൊമ്പൈ മാതാവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരുന്നതിന് ഈ ദേവാലയം പിതാവിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഈ ദേവാലയം സന്ദർശിച്ച്
ഭക്തിപൂർവം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ പിതാവ് ആകൃഷ്ടനായി. ഇതേക്കുറിച്ച് പിതാവ് പറയുന്നത് ഇപ്രകാരമാണ്: ദിനം പ്രതി ഈ പുണ്യഭൂമിയിൽ വന്ന് നിരവധി ആളുകൾ ഭക്തിപൂർവം ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുന്നത് കാണുമ്പോൾ പരിശുദ്ധ ജനനിയോട് ആളുകൾക്കുള്ള ഭക്തിയും വിശ്വാസവും എത്ര ആഴമുള്ളതെന്ന് ഗ്രഹിക്കാവുന്നതാണ്. കുരിയാളശ്ശേരി പിതാവിന് പൊമ്പൈ മാതാവിനോടുള്ള വണക്കത്തിൻ്റെ വലിയൊരു തെളിവായിരുന്നു ഈ മാതാവിൻ്റെ തിരുസ്വരൂപം പിതാവ് ചമ്പക്കുളത്തേക്ക് എത്തിച്ചത്. ഈ ദേവാലയത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പിതാവ് വിവരിക്കുന്ന ഇപ്രകാരമാണ്: പാപമാർഗത്തിൽ ചരിച്ചിരുന്ന ബെർത്തലോ ലോങ്കോ എന്ന വക്കീൽ മാനസാന്തരപ്പെടുകയും പിന്നീട് ഈ പൊമ്പൈ താഴ്വരയിലിരുന്ന് തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടത് എങ്ങനെ എന്ന് ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മധുരസ്വരം തന്നോട് സംസാരിക്കുന്നതായി കേട്ടു. നിനക്ക് വീണ്ടും സമാധാനം ലഭിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ജപമാലയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുക. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല. കൊന്തമാതാവിൻ്റെ ഭക്തനായിത്തീർന്ന ബെർത്തലോ ലോങ്കോ ഇവിടെ ഒരു ചാപ്പൽ പണി കഴിപ്പിക്കുകയും പിന്നീട് ഇവിടുത്തെ മെത്രാൻ്റെ അനുവാദപ്രകാരം ഈ ദേവാലയം പണിയിപ്പിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് യൂറോപ്പിന്റെ തന്നെ ചരിത്രത്തിൽ അതിപ്രാധാന്യം അർഹിക്കുന്നതും ഇറ്റലിയിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ രണ്ടാമത്തെ സ്ഥാനം വഹിക്കുന്നതുമായ ടൈബർ നദിയുടെ തീരത്താണ്. ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് ദിവംഗതനാകുന്നത്, തന്റെ ആത്മാവിനെ നിത്യപിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നത് ഫാത്തബേന ഫ്രത്തേലി എന്നറിയപ്പെടുന്ന ഹോസ്പിറ്റലിൽ വെച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ പിതാവ് സത്യമായും ഈശോയുടെ അടുത്ത് എത്തിയിട്ടുണ്ടെന്നും പിതാവ് ഒരു വിശുദ്ധനായിരുന്നുവെന്നും തെളിയിക്കത്തക്ക വിധം തൻ്റെ സെമിനാരി വിദ്യാർത്ഥിക്ക് പിതാവിൻ്റെ മരണസമയത്ത് തന്നെ ഒരു ദർശനമുണ്ടാവുകയുണ്ടായി. സെമിനാരി വിദ്യാർത്ഥികളെല്ലാം ഒന്നിച്ച്, അവർ ഏകദേശം 120ഓളം വിദ്യാർത്ഥികളുണ്ട്. അതിലൊരു അമേരിക്കൻ സെമിനാരി വിദ്യാർത്ഥി ദർശനത്തിൽ കാണുകയാണ് ഒരു വെളുത്ത മേഘപടലം നിരത്തു നിന്ന് ഉയർന്ന് അത് അൾത്താരയിൽ എത്തിച്ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുൻപിൽ എത്തിയപ്പോൾ അവിടെ കുര്യാളശ്ശേരിയിൽ പിതാവ് നിൽക്കുന്നതായി ആ വിദ്യാർത്ഥി കാണുകയുണ്ടായി. ഇതേ സമയം തന്നെയാണ് നമ്മുടെ പിതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. ഈ മരണവാർത്ത അറിയുന്നതിന് മുൻപ് ഇവരാരും അറിഞ്ഞിട്ടില്ലായിരുന്നു. ആ സമയത്താണ് ഈ മകന് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടാകുന്നത്. ഇത് തീർച്ചയായും പിതാവ് ഒരു വിശുദ്ധനായിരുന്നെന്നും ഈശോയുടെ പക്കൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് എന്നുള്ളതിനും ഒരു തെളിവായിട്ട് നമുക്ക് കാണാം. സുബോധത്തോടു കൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ച് അന്ത്യകുദാശകളെല്ലാം സ്വീകരിച്ച് അന്നത്തെ എറണാകുളം മെത്രാപ്പൊലീത്തയായിരുന്ന മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവ് മുട്ടുകുത്തി നിന്നുകൊണ്ടാണ് നമ്മുടെ പിതാവിന് അന്ത്യകുദാശകൾ കൊടുക്കുന്നത്, ഈശോ മറിയം ചൊല്ലിക്കൊടുക്കുന്നത്. സെമിനാരി വിദ്യാർത്ഥികളും പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അന്നൊക്കെ ഇവിടെ 8 മണിക്കാണ് കുരിശുമണി അടിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് കുരിശുമണി അടിക്കുകയും ത്രികാല ജപം ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്താണ് തൻ്റെ പാവനാത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നമ്മുടെ പിതാവിൻ്റെ മരണശേഷം ഭൗതിക ശരീരം പ്രൊപ്പഗാന്ത ഫേദയുടെ തന്നെ സെമിത്തേരി ചാപ്പലായ അവിടെ അടക്കം ചെയ്യുകയും ചെയ്തു. കലാ, ചരിത്ര, സാഹിത്യ, സാംസ്കാരിക രംഗങ്ങളിൽ പ്രസിദ്ധരായ നൂറുകണക്കിന് വ്യക്തികളുടെ ഭൗതിക സാന്നിധ്യം കുടികൊള്ളുന്ന ഒരു ചരിത്ര ഭൂമിയാണ് റോമിലെ ഈ വെറാനോ സെമിത്തേരി. പ്രൊപ്പഗാന്ത ഫീദയുടെ കീഴിലായിരുന്ന കർദിനാൾമാർ, മെത്രാൻമാർ, വൈദികർ, വൈദിക വിദ്യാർത്ഥികൾ എന്നിവരെയും ഈ സെമിത്തേരിയിൽ അടക്കിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പണി കഴിപ്പിച്ച ഈ വെറാനോ സെമിത്തേരിക്ക് ഏകദേശം 200 ഏക്കറോളം വിസ്തീർണമുണ്ട്. ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ ചരിത്രത്തിലും റോമിലെ ഈ വെറാനോ സെമിത്തേരി ഇടം നേടിയിട്ടുണ്ട്. 1925 ജൂൺ 2-ാം തീയതി നിത്യതയിലേക്ക് യാത്രയായ അഭിമന്യ പിതാവിൻ്റെ ഭൗതിക ശരീരം ഇവിടെയാണ് സംസ്കരിക്കപ്പെട്ടത്. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം 1935 കേരളത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ദൈവഹിതവും ദൈവാനുഗ്രഹവും എന്ന് പറയട്ടെ, നമ്മുടെ അഭിമന്യ ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ ജനന മരണ തീയതികൾ ഇന്നും ഇവിടെ മായാതെ കാണപ്പെടുന്നു. പിതാവിൻ്റെ മക്കളായ ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിന് ഇവിടെ വരുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ നേടുവാനുമായി നമ്മുടെ ധന്യനായ സ്ഥാപക പിതാവ് അവശേഷിപ്പിച്ച
ഒരു തിരുശേഷിപ്പായി നമുക്ക് ഈ വെറാനോ സിമിത്തേരി എന്ന പുണ്യഭൂമിയെ കാണാം. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സ്നേഹം ലോകം മുഴുവൻ അറിയിക്കുന്നതിനു വേണ്ടി ധന്യനായ മാർ തോമസ് കുരിയാളശ്ശേരി പിതാവിനെ സ്ഥാപിതമായതാണല്ലോ ആരാധനാ സന്യാസിനി സമൂഹം. ദിവ്യകാരുണ്യമായി തീർന്ന ഈശോയുടെ സ്നേഹം നാം ഓരോരുത്തരും അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിത വിശുദ്ധിയിലേക്കും കുരിയാളശ്ശേരി പിതാവിന്റെ സ്വപ്നത്തിലേക്കും നടന്നെടുക്കുന്നു. ഇപ്രകാരം പിതാവിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുമ്പോൾ എല്ലാ വിശുദ്ധരുടെയും നാമകരണ ചടങ്ങ് നടക്കുന്ന വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിലുള്ള ഈ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് കുരിയാളശ്ശേരി പിതാവിനെ ഒരിക്കൽ വിശുദ്ധനായി പ്രഖ്യാപിക്കും. അതിനായി നമുക്ക് ഒരുക്കത്തോടെ കാത്തിരിക്കാം.